ആമുഖ ചിന്തയ്ക്ക് ആധാരമായി രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ നിന്ന് 2 വാക്യങ്ങൾ ഒന്നിച്ച് വായിച്ച് ഒരു സ്തോത്രം ചരിത്രത്തിലേക്ക്, ഒരു വ്യക്തിയിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ച് ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷയോടായിരിക്കാൻ വേണ്ടി ചിന്തിക്കാം. 2 രാജാക്കന്മാർ 8-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുകയാണ്. ബൈബിൾ നിവൃത്തി ദയവായി നിങ്ങളെ വാക്യം ശ്രദ്ധിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. 2 രാജാക്കന്മാർ 8-ാം അധ്യായം 5-6 വാക്യങ്ങൾ ഞാൻ വായിക്കാം. മരിച്ചുപോയവനെ ജീവിപ്പിച്ച വിവരം അവൻ രാജാവിനെ കേൾപ്പിക്കുമ്പോൾ തന്നെ അവൻ മകനെ ജീവിപ്പിച്ചു കൊടുത്തിരുന്ന സ്ത്രീ വന്ന് തൻ്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിച്ചു. അപ്പോൾ ഗേഹസി, യജമാനനായ രാജാവേ, ഇവൾ തന്നെ ആ സ്ത്രീ, എലീശ ജീവിപ്പിച്ചു കൊടുത്ത മകൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞു. രാജാവ് സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവളും അത് വിവരിച്ചു പറഞ്ഞു. രാജാവ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. അവൾക്കുണ്ടായിരുന്നതൊക്കെയും അവൾ ദേശം വിട്ടു പോയ നാൾ മുതൽ ഇതുവരെയും നിലത്തിൻ്റെ ആദായവും അവൾക്ക് കൊടുപ്പിക്കണമെന്ന് കൽപ്പിച്ചു. സ്തോത്രം. വളരെ വിസ്മയകരമായ, ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് ആശ്ചര്യകരമായ, എൻ്റെയൊക്കെ കൊച്ചു ജീവിതത്തെ സംബന്ധിച്ച് അത്ഭുതകരമായ ഒരു സംഭവമാണ് കൊട്ടാരത്തിനകത്ത്, ഇസ്രായേലിൻ്റെ കൊട്ടാരത്തിനകത്ത് നടന്നിരിക്കുന്ന ഒരു വ്യത്യസ്തമായ സംഭവം. എലീശ പ്രവാചകൻ്റെ കാലഘട്ടത്തിലാണ് ഈ കാര്യം നടക്കുന്നത്. എലീശയുടെ കാലത്ത് സ്തോത്രം ഇസ്രായേലിൻ്റെ രാജാവ് ഓരോ കാര്യങ്ങൾ കർത്താവുമായിട്ട് അല്ലെങ്കിൽ പ്രവാചകനുമായിട്ടൊക്കെ കൂടിച്ചേർന്ന പോയ, ഞാൻ പലപ്പോഴും പ്രസംഗ മധ്യത്തിൽ ഇസ്രായേൽ ചരിത്രത്തിൽ നിന്നോ പഴയ നിയമ ഭാഗത്തു നിന്നോ പ്രത്യേകിച്ച് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നൊക്കെ പ്രസംഗിച്ചപ്പോൾ ഓർപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേലിൽ ഒരു ട്രയാങ്കിൾ അനോയിൻമെൻ്റ്, ഒരു ത്രിതല അഭിഷേകമാണ് സ്തോത്രം നിലനിന്നിരുന്നത്. പുരോഹിതൻ, പ്രവാചകൻ, രാജാവ്, ഇവർ 3 പേരും അഭിഷിക്തരാണ്. ഇസ്രായേലിൻ്റെ ഭരണകാലത്ത് ഇവർ 3 പേരും കൂടി ഒരു മനസ്സോടെ എന്നൊക്കെ നിന്നിട്ടുണ്ടോ അന്നെല്ലാം ഇസ്രായേലിൻ്റെ നല്ല കാലമാണ്. നിർഭാഗ്യവശാൽ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് പല രാജാക്കന്മാരുടെ കാലത്തും പ്രവാചകന്മാർ, ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുന്ന പ്രവാചകന്മാരുമായിട്ട്, ദൈവത്തിൻ്റെ സത്യസന്ധമായിരിക്കുന്ന ആലോചനകളുമായിട്ട് രാജാക്കന്മാർ ജോയിൻ ചെയ്ത് പോകാറില്ല. ഇരമ്യാവൊക്കെ എത്ര കഷ്ടം സഹിച്ചെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല. ഏലിയാവിൻ്റെ കാലത്ത് ആഹാബായിരുന്നല്ലോ, ഓർക്കാൻ എളുപ്പം അതാണ്. ഏലിയാവും ആഹാവുമായിട്ട് യാതൊരു പൊരുത്തവും ഇല്ലായിരുന്നു. കാരണം ആഹാബിൻ്റെ രീതി, ഏലിയാവ് ദൈവം പറയുന്നത് കേൾക്കുക. അപ്പം എപ്പോഴൊക്കെ പ്രവാചകനും രാജാവും പുരോഹിതനും കൂടെ കൈകോർത്ത് ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇസ്രായേലിൽ ഒരു ശത്രുവിനും കിടക്കാൻ കഴിഞ്ഞിട്ടില്ല. രാജ്യത്തിൻ്റെ സുന്ദര കാലമായിരുന്നു. അതിൽ നിന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളോടൊരു കാര്യം പറയാം. നമ്മുടെ കുടുംബത്തിൽ രാജാവും പുരോഹിതനും പ്രവാചകനും ഒന്നും അല്ല, അപ്പനും അമ്മയും മക്കളും ഉണ്ടല്ലോ. നിങ്ങളെല്ലാവരും കൂടെ ദൈവസന്നിധിയിൽ ഒരു മനസ്സോടെ ഏതൊക്കെ കാലത്ത് നിന്നിട്ടുണ്ടോ ആ കാലം നിങ്ങൾ തന്നെ പരിശോധിക്കണം. സ്തോത്രം. ആ കാലങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് സ്തോത്രം പറയാൻ ഒരുപാട് വഴിയുണ്ടാകും. അപ്പം പറയുന്നത് മോൻ കേൾക്കുകയല്ല, അമ്മ പറയുന്നത് മോക്ക് ഇഷ്ടപ്പെടുകയല്ല. ഒരു പള്ളിയിലാണ് പോകുന്നത്, സ്തോത്രം, ഒരു കർത്താവിനെയാണ് ആരാധിക്കുന്നത്. പക്ഷേ മനസ്സിനകത്ത് ഐക്യതയില്ലാതെ, ഒരു മനസ്സില്ലാതെ സ്തോത്രം മുമ്പോട്ട് പോകുമ്പോൾ ഈ പറയപ്പെടുന്നതൊന്നും നമുക്ക് ഒരു സ്വപ്നത്തിൽ മാത്രമായിരിക്കും, അനുഭവത്തിൽ കാണുകയല്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗുണപാഠമായിരിക്കട്ടെ മാത്രം ഓർപ്പിക്കുകയാണ്. ഈ രാജാവിൻ്റെ കാലഘട്ടം അഥവാ എലീശയുടെ കാലഘട്ടത്തിൽ രാജാവും എലീശയ്ക്കായിട്ടൊരു പിതൃപുത്ര ബന്ധമായിരുന്നു. കാരണം എലീശ രോഗിയായി കിടക്കുമ്പോൾ രാജാവ് കാണാൻ വേണ്ടി വരുമ്പോൾ അദ്ദേഹം വിങ്ങിപ്പൊട്ടി കരയുമ്പോൾ പ്രവാചക എന്ന് വിളിച്ചല്ല കരഞ്ഞത്, എൻ്റെ പിതാവേ എന്ന് വിളിച്ചാണ് കരഞ്ഞത്. അപ്പോൾ ഭയങ്കരമായിരിക്കുന്നൊരു പിതൃബന്ധം, അതൊക്കെ ഒരു ഭയങ്കര മാതൃകയാട്ടോ. ജനിപ്പിച്ചവർ മാത്രമല്ല, അപ്പൻ, സ്തോത്രം, വേദപുസ്തകത്തിൽ വിശ്വാസത്താൽ ജനിപ്പിച്ച ആത്മീക പിതാവ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ആ രീതിയിൽ കാണുന്നത് ഒരു മാന്യതയാണ്. അധികാരം കൊണ്ട് രാജാവാണ് ഇസ്രായേലിൽ വലിയവൻ, പക്ഷേ അഭിഷേകം കൊണ്ടും ആത്മീക വരം കൊണ്ടും എലീശ ശക്തനാണ്. അദ്ദേഹത്തെ ഈ രാജാവ് വിളിച്ചു പോകുന്നത് എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ എന്നാണ്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കൂ. അപ്പോൾ ആ ഒരു നിലവാരത്തിൽ വളരെ ആത്മബന്ധത്തോടു കൂടി പോരുകയാണ്. അതിൻ്റെ ഗുണം അന്നുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, ഇസ്രായേൽ രാജ്യത്തിനെതിരെ ശത്രു രാജ്യങ്ങൾ മനസ്സിൽ കൊട്ടാരത്തിൽ കരുതിയാൽ, കൊട്ടാരത്തിൽ ഗൂഢാലോചന നടത്തിയാൽ ഇവിടെ തെളിയുകയും അത് രാജാവിനെ എലീശ അറിയിക്കുകയും ചെയ്യും. ശത്രുക്കളുടെ പാളയത്തിനകത്തൊരു സംസാര വിഷയമായിരുന്നു. നമ്മൾ അരമനയിൽ പറയുന്ന അരമന രഹസ്യങ്ങൾ ആരാണ് ചോർത്തി കൊടുക്കുന്നത്? ഇസ്രായേലിന്.
ആരും ചോർത്തിയതല്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഏലീശയ്ക്ക് വെളിപ്പെട്ടതാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് കൊണ്ട് ആത്മീക ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ചുമ്മാ കരഞ്ഞും നിലവിളിച്ചും ഊഹാഭോഗത്തിന് സ്തോത്രം ഒക്താൽ ഒക്കട്ടെ എന്നോർത്ത് രാവിലെ കുളിച്ചൊരുങ്ങി പ്രാർത്ഥനയ്ക്കിരിക്കുന്നവരല്ല നമ്മൾ. പിന്നെയോ കൃത്യനിഷ്ഠമായ വേണ്ടും വണ്ണം ജീവിച്ചാൽ തിട്ടമായ അനുഭവങ്ങൾ ആത്മീക ജീവിതത്തിനുണ്ടെന്നുള്ള കാര്യം പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരു ജീവിതമൊക്കെ മനസ്സിൽ കാണണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിച്ചുകൊണ്ട് വായിച്ച വാക്യത്തിൻ്റെ ഉദ്ദേശം ഞാൻ സവിസ്തരം പറയാം. ഈ സ്തോത്ര കാലഘട്ടത്തിലാണ് എലീശയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് ശൂനേംകാരി. ആ സ്ത്രീയുടെ ഒരുപക്ഷെ അമ്മ, അവരുടെ പേര് എന്താന്ന് പറഞ്ഞിട്ടില്ല, ആ നാടിനോട് പേര് വെളിപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ശൂനേംകാരി. ശൂനേം എന്ന് പറയുന്നൊരു സ്ഥലമാണ്. സ്തോത്ര ഹല്ലേലൂയ. ആ സ്ഥലത്ത് ജീവിച്ചു പോകുന്നൊരു സ്ത്രീയാണ്. അങ്ങനെയാണ് ശൂനേംകാരി എന്ന പേരിൽ വേദപുസ്തകവും നമ്മളും വിളിക്കുന്നത്. അങ്ങനെ ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് എലീശയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മൾ വരികയാണ്. 4-ാം അധ്യായത്തിലാണ് ആ സ്ത്രീയെ വേദപുസ്തകം അവതരിപ്പിക്കുന്നത്. സ്തോത്രം. അവിടെയാണ് എലീശയുമായിട്ടുള്ള കൂടിക്കാഴ്ച. അവിടേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് ഈ സന്ദേശത്തിൻ്റെ പ്രധാന ഭാഗം ചിന്തിക്കാൻ വേണ്ടി. എന്നാൽ 8-ാം അധ്യായത്തിൽ ആ സ്ത്രീയെക്കുറിച്ച് ഒരു പരാമർശം കൂടെ നടത്തിയിരിക്കുകയാണ്. കാരണം ഇതാണ്, എലീശയുടെ ശുശ്രൂഷ കാലയളവിൽ എലീശയ്ക്ക് വെളിപ്പെട്ടു ഇസ്രായേലിൽ 7 കൊല്ലത്തേക്ക് ഭയങ്കര ക്ഷാമം വരാൻ പോകുന്നു. ഈ കാര്യം എലീശയ്ക്ക് വെളിപ്പെട്ടപ്പോൾ എലീശ അത് ഈ ശൂനേംകാരിയോട് പറഞ്ഞു. സ്തോത്രം. എന്ത് പറഞ്ഞു? 7 കൊല്ലത്തേക്ക് ഇവിടെ വെള്ളവും കാണിയല്ല, ആഹാരം കാണിയല്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. നീ നിന്റെ വീട്ടുകാരെയും ഭവനക്കാരെയും വിളിച്ചുകൊണ്ട് 7 വർഷത്തേക്ക് ഇസ്രായേലിൽ നിന്ന് മാറി താമസിച്ചോ, എവിടെയെങ്കിലും പോയി താമസിച്ചോ. അതിന് മുന്നറിയിപ്പായിരുന്നു. സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മളതിൽ അകപ്പെടുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് അറിയിപ്പ് തരാൻ ഒരു ദൈവദാസൻ ഉണ്ടെങ്കിൽ അത് എത്ര ഭാഗ്യമാണ്. ഹല്ലേലൂയ. ഞാൻ വീണ്ടും നിങ്ങളെ ഓർപ്പിക്കുന്നു, ആത്മീക ജീവിതത്തിനകത്ത് ഒറ്റപ്പെട്ട് നിൽക്കരുത്, ഒറ്റയാൻ തിരിഞ്ഞ് നിൽക്കരുത്. ആർക്കും പിടികൊടുക്കാതെ രഹസ്യത്തിൽ സ്തോത്രം ഒളിച്ചും പാതുങ്ങിയല്ല ആത്മീക ജീവിതം നയിക്കേണ്ടത്. ചിലരുമായിട്ട് നല്ല ബന്ധമുണ്ടാകണം, തെരഞ്ഞെടുക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരും കൃപയുള്ളവരൊക്കെ ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് ചില കാര്യങ്ങൾ ദൈവാത്മാവ് നമ്മുടെ വീട്ടിൽ വന്ന് പറയാനിടയാകും. ഹല്ലേലൂയ. ഉണ്ട്. ഈ ഡിസംബർ മാസത്തിൽ ഈ കൊല്ലം അവസാനിക്കുമ്പോഴെങ്കിലും ഞാൻ എൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പറയുക, ഇനിയെങ്കിലും നമ്മൾ പിടികൊടുക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നമ്മൾ ആരും അറിയാതെ അടച്ചിട്ട് മുറിക്കകത്ത് അന്യഭാഷ പറയുന്നു. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ വേറെ ഒരു ജീവിയാണെന്ന് ആൾക്കാരുടെ ഇടയിൽ അവതരിപ്പിച്ച് എത്ര നാൾ നമുക്കിങ്ങനെ മുഖം മൂടി ധരിച്ച് ജീവിക്കാൻ പറ്റും? അതിനേക്കാൾ നല്ലത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ആത്മാവുള്ള, ആത്മവരമുള്ള, വിശുദ്ധിയുള്ള, നിത്യതയ്ക്ക് വേണ്ടി നോക്കി പാർക്കുന്ന, ദൈവവചനം അനുസരിക്കുന്ന ചിലരോട് ചേർന്ന് നിന്നാൽ അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകും, ആപത്തുകൾ ഒഴിഞ്ഞു പോകും. അതല്ലേ നല്ലത്? അടുത്ത വർഷത്തേക്കുള്ള ഒരുക്ക പ്രാർത്ഥനകളാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത കൊല്ലെങ്കിലും നമ്മൾ ചെന്ന് വീണിട്ട് കരഞ്ഞുകൊണ്ട് പെടച്ചേന്നും പറഞ്ഞ് നടക്കുന്നതൊക്കെ നല്ലത്. സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്കറിയിപ്പ് തരുന്നൊരു മാർഗമാണ് ആത്മീക മാർഗം. വേണ്ടും വണ്ണം ജീവിച്ചാൽ മരിക്കുന്ന ദിവസം പോലും കൃത്യമായിട്ട് നമ്മളെ അറിയിക്കും. അയ്യോ സത്യ, നിങ്ങൾ ഞെട്ടണ്ട, ഞാൻ ഊഹം പറഞ്ഞതല്ല. പത്രോസ് തൻ്റെ ലേഖനത്തിനകത്ത് പറയുന്നു, എൻ്റെ കർത്താവ് എനിക്ക് അറിവ് തന്നതനുസരിച്ച് എൻ്റെ നിര്യാണകാലം അഥവാ എൻ്റെ കൂടാരം പൊളിയാൻ അടുത്തിരിക്കുന്നു. അതിനർത്ഥം എന്താ? വേണ്ടും വണ്ണം ജീവിച്ചാൽ എന്നാ മരിക്കുന്നതെന്ന് പോലും കർത്താവ് പറഞ്ഞു തരും. സ്തോത്രം. ചാവാൻ പേടിയില്ലാത്തവർക്ക് കേട്ടോ. കാരണം മരിക്കാൻ പേടിയുള്ളതുകൊണ്ട് പറഞ്ഞാൽ അവൻ അന്നേ ചത്തുപോയില്ലേ, എൻ്റെ പേരിൽ അത് പറയുകയല്ല. മരിക്കാൻ പേടിയില്ലാതെ നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരായുസ് മുഴുവൻ ഇവിടെ കർത്താവിന് വേണ്ടി ജീവിച്ചുകൊണ്ട് പറയും, മോനെ വണ്ടി വരാറായി, പോരേണ്ട സമയമായി, കാണേണ്ടവരെ കണ്ടോ, എഴുതേണ്ടതൊക്കെ എഴുതി തീർത്തോ, മക്കളെ കണ്ടോ, പോരാൻ പറയും. അത്രയ്ക്ക് ഷാർപ്പാണ് ക്രിസ്തീയ ജീവിതം. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവം അറിയിപ്പ് തരും, ദൈവം നമുക്ക് മുന്നറിയിപ്പ് തരും. ഇതൊക്കെ തരുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 7 വർഷത്തേക്ക് ഭയങ്കര ക്ഷാമം വരുന്നു. അവിടെ വാർത്താമാധ്യമങ്ങളൊന്നും അന്നില്ലെന്ന് എനിക്കറിയാം. എങ്കിലും മാധ്യമങ്ങളിലൂടെയോ സ്തോത്രം ഒരു ന്യൂസ് ലെറ്ററിലൂടെയോ രാജ്യത്ത് വിളംബരം ചെയ്തില്ല 7 വർഷം ക്ഷാമം വരാൻ പോവുകയാണെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ അറിയിക്കേണ്ടവരെ മാത്രം ദൈവം അറിയിച്ചു. ഞാൻ നിങ്ങളോട് പറയാം, ഒരു രാജ്യത്തിന് മുഴുവനൊന്നും അറിവ് കിട്ടിയല്ല. ചിലപ്പോൾ നിങ്ങൾ കൂടുന്ന സഭയിലെ എല്ലാവർക്കും പിടികിട്ടിയല്ല. നീ ദൈവത്തിന് പ്രിയനാണെങ്കിൽ, നിനക്ക് ദൈവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, നീ കർത്താവുമായിട്ട് അഭേദ്യമായ സ്നേഹത്തിലാണെങ്കിൽ, വിശുദ്ധന്മാരുമായി സമ്പർക്കം ഉണ്ടെങ്കിൽ, മറ്റാരും അറിഞ്ഞില്ലെങ്കിലും നിന്നെ അറിയിക്കേണ്ട കാര്യം ദൈവം അറിയിച്ചിരിക്കും. ഹല്ലേലൂയ.
രാജ്യം മുഴുവനൊന്നും അറിഞ്ഞില്ല. അങ്ങനെയാണ് പിന്നെ എല്ലാവരും കൂടി പോയേനേലോ. പക്ഷെ ഈ സ്ത്രീ അറിഞ്ഞു. ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ, ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ. അങ്ങനെ 7 വർഷക്കാലം സ്തോത്രം ഇവള് ഫെലിസ്ത്യ ദേശത്ത് പോയി താമസിച്ചു കുടുംബക്കാരുമായി. അവിടെ പോയി താമസിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ, ഇവിടെ പട്ടിണിയൊക്കെ ആയിരുന്നല്ലോ, ഇവിടെ ഒരു സംഭവം നടന്നു. അവരുടെ പ്രോപ്പർട്ടിയും വീടും ഒക്കെ ഇനി ഇവള് വരില്ലായിരിക്കും എന്ന് വിചാരിച്ച് അടുത്ത വീട്ടുകാരോ അകന്ന ബന്ധുക്കളോ ആരാണ്ടോ ഒക്കെ കൈവശപ്പെടുത്തി അത് വളച്ചു കെട്ടി അവിടെ കയറി താമസം ആരംഭിച്ചു. സ്വാഭാവികമായിട്ട് അങ്ങനെ നടക്കാം. 7 കൊല്ലത്തേക്ക് വീടടച്ചിട്ട് പോയിട്ട് ഒരറിവും ഇല്ലാതെ സ്വത്ത് പോയപ്പോൾ ആൾക്കാർ ഓർത്തു ഇവള് ഇനി വരികയല്ല, ആ വഴിക്ക് പോയി എന്ന്. പക്ഷേ 7 വർഷം കഴിഞ്ഞപ്പോൾ മടങ്ങി വന്നപ്പോൾ വീടാരോ കയ്യേറിയിരിക്കുന്നു. ഈ വിവരം രാജാവിൻ്റെ അന്ന് കോടതിയില്ല, അന്ന് രാജസദസ്സിലാണ് വിധി പറയുന്നത്. അപ്പൊ രാജാവിൻ്റെ അടുക്കൽ വന്ന് പറയാൻ വേണ്ടി ഈ സ്ത്രീ വരികയാണ്, മോനെയും കൂട്ടി വരികയാണ്. അവിടെ വരുമ്പോൾ അകത്തൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞത്. എന്താണെന്നറിയാമോ? ഇവളൊരു പരാതിയുമായിട്ട് വരികയാ. ഇവിടെ രാജാവിനെ നേരിട്ട് പരിചയമില്ല. രാജാവിൻ്റെ അടുക്കൽ നീ ഒന്നേന്ന് പറഞ്ഞു തുടങ്ങണം, തെളിവ് കൊടുക്കണം. അപ്പോൾ ഈ അകത്തെ അരമനയുടെ പള്ളിമേടയ്ക്കകത്ത് അല്ലെങ്കിൽ പള്ളിയറയ്ക്കകത്ത്, പ്രൈവറ്റ് റൂമിനകത്ത് രാജാവ് ഏലീശ പ്രവാചകന്റെ സന്തത സഹചാരിയും ഭൃത്യനുമായിരിക്കുന്ന ഗേഹസിയുമായിട്ട് സംഭാഷണത്തിലാണ്. അപ്പൊ അദ്ദേഹം സംഭാഷിക്കുന്നത് രാജാവ് ചോദിച്ചറിയുന്ന ഇതാണ്: നീ ഏലീശയുടെ കൂടെ എപ്പോഴും നടന്നതല്ലേ? ഏലീശയുടെ ശുശ്രൂഷ എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയാണ്? അദ്ദേഹം ചെയ്ത അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് പറയുമ്പോൾ ഏലീശയുടെ കൂടെ നടന്ന് കണ്ട ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ഈ സ്ത്രീയുടെ മകൻ മരിച്ചു പോയപ്പോൾ ഏലീശ ആ കുഞ്ഞിനെ ഉയർപ്പിച്ചു കൊടുത്തത്. അപ്പൊ രാജാവിനോട് പറയുകയാണ്, നമ്മൾ സ്വാഭാവികമായിട്ട് ആ രംഗം ഒന്ന് മനസ്സിൽ കണ്ടേ. സ്തോത്രം.